പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ആരും ഇല്ലെന്ന് അവൻ കണ്ട് പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായിക ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി, അവന്റെ നീതി അവനെ താങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇതുകൂടി ഞാൻ ആ വാക്യം ആവർത്തിച്ച് വായിക്കുന്നു. ആരുമില്ലെന്ന് അവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായികയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി, അവന്റെ നീതി അവനെ താങ്ങി. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ ഒരു ദൈവവചനമാണ് നമ്മൾ വായിച്ചത്. ഇത് കർത്താവ് നമ്മളൊക്കെ ജനിക്കുന്നതിന്, അഥവാ കർത്താവ് യേശുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് വേണം പറയാൻ എഴുതപ്പെട്ടു വെച്ച ഈ വചനമാണ്. ഒരു പ്രാർത്ഥന വിഷയമാണ്. പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെ നിങ്ങളെ ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ആരുമില്ലെന്ന് അവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടു എന്ന് ദൈവം യെശയ്യാവിനോട് പറയുക എന്ന് പറഞ്ഞ ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ച്, ഒരു നല്ല വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന് ആവശ്യമാണെന്ന് പ്രവചനാത്മാവിൽ യെശയ്യാവിന് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ വചനം എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പാപത്തിന്റെ ഭയാനകമായ സ്വഭാവത്തെയാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പം പാപത്തിന്റെ ഭയാനകതയും വീണ്ടെടുപ്പുകാരന്റെ ആഗമനവും എന്നുള്ള വിഷയത്തെക്കുറിച്ച് പ്രവാചകൻ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ദൈവത്തിൽ നിന്നും എന്തുമാത്രം അകന്നു പോയി എന്നുള്ളത് 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ദേശത്തെ അതിക്രമവും ഭോഷ്കിനാലും ചതിയാരും അല്ലേ നിറച്ചിരിക്കുന്നു. 5-6 വാക്യങ്ങളിൽ അവന് ദുഷ്പ്രവൃത്തികളെ കുറിച്ചുള്ള, ഹല്ലേലൂയ, അവരുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു അലങ്കാരിക പ്രയോഗം, അതായത് മക്കളുടെ തെറ്റുകളെ അവർ നന്മയുടെ പ്രകടനത്താൽ മായ്ക്കാൻ ശ്രമിക്കുക. മക്കൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും അവരുടെ അപ്പനമ്മമാരുടെ നന്മയുടെ പ്രവൃത്തികളുടെ മായ്ച്ചുകളെ ശ്രമിക്കുന്നു. അന്നും ഇന്നും ഇത് തന്നെയാണ്. ഹല്ലേലൂയ. ഉന്നതമായ ന്യായപീഠം മുതൽ സാധാരണ ചന്തസ്ഥലങ്ങൾ വരെ അനീതിയും അഴിമതിയും ആമല്യ നടമാടുന്നു. ഞാൻ ഇതിനു മുമ്പ് ഈ വചനം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് മാത്രമേ ഇനിയും ഈ അനീതിക്ക് ഒരു പരിഹാര മാർഗം കണ്ടെത്താൻ കഴിയുള്ളൂ. കർത്താവ് വീണ്ടെടുപ്പുകാരനായി സിയോനിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ പാപം ക്ഷമിക്കപ്പെടുകയും അതിന്റെ പ്രതിഫലനം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ പറയുക. ഹല്ലേലൂയ. ഇന്നും അത് തന്നെയല്ലേ പ്രിയരേഖ? സകല സ്ഥലങ്ങളും നീതിനായ പീഠം മുതൽ ചന്തസ്ഥലം വരെ മനുഷ്യന് കിട്ടേണ്ട അവകാശവും മനുഷ്യന് കിട്ടേണ്ട നീതിയും തകർത്ത് തൂത്തെറിഞ്ഞിട്ട് പണത്തിന്മേൽ പരുന്തും പറക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ സകല ഇടങ്ങളിലും ദുഷ്ടത നിറഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. എത്രയോ കുറ്റവാളികളാണ് അവർ മോചനം പ്രാപിക്കുന്നത്. എത്രയോ നിരപരാധികളാണ് ശിക്ഷിക്കപ്പെടുന്നത്. നിരപരാധികൾക്ക് നീതി നടക്കേണ്ട നീതിനായ പീഠം പോലും നിരപരാധികളുടെ നീതിക്ക് അവസരം കൊടുക്കാതെ കുറ്റവാളിയെ സ്വതന്ത്രനാക്കി വിട്ട് കുറ്റക്കാരനെ കുറ്റവിമുക്തനാക്കി മാറ്റുന്ന അത്രയും ദുഷ്പ്രവർത്തികളാൽ കൊണ്ട് നിറയപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നീതിമാൻ ഒരിക്കലും നീതി കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്ന് പഴമക്കാര് പറഞ്ഞതുപോലെ പണത്തിന്മീത് എല്ലാം നടമാടിക്കൊണ്ടിരിക്കുക. അത്രമാത്രം അക്രമം പെരുകി, അനീതി പെരുകി, അശുദ്ധി പെരുകി, ദുഷ്കാമങ്ങൾ, ദുർഭോഗം, ദുർച്ഛതകൾ, പിടിച്ചുപറി, മോഷണം, വ്യഭിചാരം, അത്യാഗ്രഹങ്ങൾ, ദിവ്യാഗ്രഹങ്ങൾ, വമ്പ് കുറച്ചിലും അഴിമതി, കൈക്കൂലി, കരിഞ്ചന്ത എന്ന് വേണ്ട പുകഴ്ത്തിവെപ്പ് തുടങ്ങി അതിര് തർക്കങ്ങൾ തുടങ്ങി വ്യഭിചാരത്തിന്റെ സകല അശുദ്ധ മേഖലയും അവിടെയായി വെളിപ്പെട്ടു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, മനുഷ്യൻ പരസ്പരം സ്നേഹിപ്പാൻ കഴിയാൻ തമ്മിലടിച്ച് കത്തിക്കുത്തുകൊണ്ട് ചോരരുരി കത്തിക്കുത്തിനാൽ മരിച്ചു വീഴുന്നു. ഹല്ലേലൂയ. രാഷ്ട്രീയം തമ്മിലടിക്കുന്നു, രാഷ്ട്രീയക്കാർ തമ്മിലടിക്കുന്ന, അവർ അഴിമതി നടത്തുന്നു. അവർ ഹല്ലേലൂയ ഇന്ന് ചെയ്തു കൂട്ടുന്ന ഹീനമായ നികൃഷ്ടമായ പ്രവർത്തികൾ
ഹല്ലേലൂയ. തീവ്രവാദങ്ങൾ പെരുകുന്നു, വർഗീയത പെരുകുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യൻ ചാവേറായി രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്താൻ ആഗ്രഹിക്കുന്നു. രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുന്നു, രാഷ്ട്രങ്ങൾ തമ്മിൽ കലഹിക്കുന്നു, അധികാരികൾ തമ്മിൽ കലഹിക്കുന്നു. രാഷ്ട്രങ്ങളെ ചുട്ടെടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ അണുവായുധങ്ങളും ബോംബുകളും വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ്. അത്രമാത്രം മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്ന് പാപത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പ്രൈസ്. ലോകമെമ്പാടും നമുക്കറിയാം, ലോകമെമ്പാടും ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കുന്ന തീവ്രവാദ സംഘടനകൾ പെരുകിക്കൊണ്ടിരിക്കുക. അനവധി മിഷണറിമാരെ, അനവധി കന്യാസ്ത്രീകളെ, അനവധി പാസ്റ്റർമാരെ, കുടുംബത്തെ, വിശ്വാസികളെ യാതൊരു നീതിയും കൂടാതെ വിലയില്ലാത്ത വെറും കഷ്ടമായ രീതിയിൽ കൊന്നൊടുക്കുന്ന അത്രയും അനീതി കൊണ്ട് നിറയപ്പെട്ട ലോകരാജ്യങ്ങൾ. ലേലിയ അക്രമം പെരുകയാണ്. സ്തോത്രം. കുടുംബത്തിനകത്ത് അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും തമ്മിലടിക്കുന്നു. മക്കൾ അപ്പനെയും അമ്മയും തല്ലിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, തലക്കടിച്ചു വീഴ്ത്തുന്നു. അപ്പനമ്മമാർ മക്കളെ കൊല്ലുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വഴിയാധാരമാക്കി കളയുന്ന ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഭ്രൂണഹത്യയിലൂടെ അനവധി കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന യുവതികൾ, അല്ലെ അതിന് കൂട്ടുനിൽക്കുന്ന മാതാപിതാക്കൾ. അല്ലേരിയ അത് ചെയ്യുന്നവർ, അതിനുവേണ്ടി ഭ്രൂണഹത്യ ചെയ്യുന്ന ഇവിടുത്തെ ആരോഗ്യ മേഖല, നിനക്കൊന്നും നീതി കിട്ടത്തില്ല കേട്ടോ. അല്ലേരിയ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഭ്രൂണഹത്യ ചെയ്ത് ഭ്രൂണത്തിലോ കൊലപ്പെടുത്തിയിട്ട് ഈ ലോകത്തിൽ സുഖലോലുപ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട് പറയട്ടെ, ഒരു കാലത്തും നിങ്ങൾക്ക് ദൈവസനിൽ നീതി കിട്ടും നിങ്ങൾ ചിന്തിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് സുഖത്ത് പണമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. മാത്രമല്ല കള്ളും കഞ്ചാവും എല്ലാ അഴിമതിയും എല്ലാ അക്രമങ്ങളും എല്ലാ ലഹരി പദാർത്ഥങ്ങളും LKG UKG പ്രൈമറി UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എല്ലാ ക്യാമ്പസുകളിലും നിറയപ്പെട്ട് സകല കുഞ്ഞുങ്ങളിൽ ലഹരിക്ക് അടിമയാക്കി മാറ്റുന്ന കരാളന്മാർ, കിരാതന്മാർ. അല്ലേലൂയ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനം നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യെന്ന് 49 സംഖ്യ 20 വാക്യം. അതേ അനുഭവത്തിലേക്ക് ലോകരാജ്യങ്ങൾ സകല ജനങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഇനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞുപോലെ സകല മേഖലയിലും അക്രമം പെരുകി. ഇതിന്റെ നടുവിലാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിന്റെ ശ്രേഷ്ഠ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അക്രമം പെരുകി, അരാജകത്വം പെരുകി. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി, രാഷ്ട്രത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, ഇടിവി നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ആരുമില്ലെന്ന് അവൻ കണ്ടു. ആര് കണ്ടു? നമ്മുടെ കർത്താവ് കണ്ടു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, നിന്റെ മക്കൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, നിന്റെ ഭർത്താവിന്റെ വഴിവിട്ട ജീവിതം, അനാശാസ്യമായ ജീവിതം, മദ്യപാനത്തിൽ നിന്ന്, നിന്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതത്തിന്, കുടുംബത്തിന്റെ അരാജകത്വത്തിൽ നിന്ന്, കുടുംബത്തെ അടക്കി വാഴുന്ന സാത്താന്റെ കയ്യിൽ നിന്ന് നിന്റെ കുടുംബം, നിന്റെ ദേശം വിടുവിക്കപ്പെടാൻ വേണ്ടി, ദേശത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ആരുമില്ല എന്ന് കർത്താവ് കണ്ടു. ഹല്ലേലൂയ. ശരിയല്ലേ? ഹല്ലേലൂയ. പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായ്കയാൽ ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലാത്തത് കൊണ്ട് നമ്മുടെ കർത്താവ് ആശ്ചര്യപ്പെട്ടു എന്ന്. എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന ലോക സംഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ വചനത്തെ എത്ര പ്രാധാന്യതയുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന് തിന്നണം, കുടിക്കണം, ഉറങ്ങണം, നടക്കണം, സുഖിക്കണം, അധാർമ്മികത ചെയ്യണം, പണമുണ്ടാക്കണം, പ്രശംസിക്കപ്പെടണം, പ്രശസ്തി മേടിക്കണം, കിരീടങ്ങൾ സ്വന്തമാക്കണം, ഞാനാണ് വലിയെന്നുള്ള ഉന്നത ഭാവത്തോടെ ഹുങ്കാരത്തോടു കൂടി ജീവിക്കുന്ന ഭാഷാനി പശുക്കളെ പോലെ തിന്തുമുളച്ച് മതിച്ചു കിടക്കുന്ന അനവധി ആളുകൾ ആത്മീയ നേതൃത്വ നിരയിലും അവർ അണികളിലും പെരുകിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗത്തിലും. പ്രൈസലോ. അത്രമാത്രം മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന് അകന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സഹോദര, ദേശത്തിന്റെ പക്ഷപാതം ചെയ്യുവാൻ, ഇടിവി നിൽക്കുവാൻ ദൈവം നിന്നെ അന്വേഷിക്കുക. നിനക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? പ്രൈസലോ. പക്ഷപാതം ചെയ്യുവാൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് അറിയാവുന്നതുപോലെയൊക്കെ, ദൈവാത്മാവ് നൽകുന്നത് പോലെയൊക്കെ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഞാൻ ഹല്ലേലൂയ പാപത്തിന്റെ പടുകുഴി വീണ് കിടന്ന് എന്നെ ആരോഗ്യമോ പ്രാർത്ഥിച്ചതിന് മുഖാന്തരമാണ് ഞാൻ ഈ ദൈവത്തിന്റെ ഭദ്രമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കാരണമായതുകൊണ്ട് എനിക്ക് ചുറ്റും ആയിരങ്ങൾ പാപത്തിൽ മരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഇടിയിൽ നിൽപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് കർത്താവിന്
ഹല്ലേലൂയ. പ്രവാചകന്റെ ഈ വചനം ഞാൻ വായിച്ചപ്പോൾ പാപത്തിന്റെ ഭയാനതയെക്കുറിച്ച്, പാപത്തിന്റെ ഭീകരതയെക്കുറിച്ച്, പാപത്തിന്റെ ആ അനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്ക്. എന്നിട്ട് നീ പക്ഷപാതം ജീവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നിന്നെ സമർപ്പിച്ചു കൊടുക്കുക. രക്തം ചെയ്യും. പ്രൈസലോ. അപ്പൊ അത്രമാത്രം വലിയ ഭൂമി വലിയ അന്ധകാരം കൊണ്ട് മൂടി, കൂരിട്ടുകൊണ്ട് മൂടി. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്ന യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്ന. അന്ധകാരം ഭൂമിയെയും മൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ പേരോ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു. അപ്പൊ ഭൂമിയിൽ എന്താണ്? അന്ധകാരവും കൂരിട്ടും. ഹല്ലേലൂയ. അന്ധകാരം സകല മേഖലയിലും അന്ധകാരം, കുടുംബം തൊട്ട് സമൂഹം തൊട്ട് സഭ തൊട്ട് എല്ലാ മേഖലയും അന്ധകാരവും കൂരിട്ടും. ഹല്ലേലൂയ. ദേശത്തെ മൂടിക്കളഞ്ഞ് അതിക്രമം പെരുകിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നായ്ക്ക് ഭയങ്കര വില കൂടും. നായ്ക്ക്, പട്ടി എന്നൊക്കെ വേണം പറയാൻ. പിന്നെ ചില പുകഴ്ത്തി നായി എന്നൊക്കെ പറയാം. അങ്ങനെ പറയുന്നവര് പറഞ്ഞോട്ടെ, ഞാനിത് പറയാറുണ്ട്. പക്ഷെ വഴിയോരത്തുള്ള തെരുവ് പട്ടികൾക്ക് പോലും വളരെ വില കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യം സൃഷ്ടിച്ച സൃഷ്ടിച്ച ദൈവത്തിന്റെ കരൽ കൊണ്ട് നിർമ്മിച്ച മനുഷ്യന് യാതൊരു വിലയില്ല. നായുടെ വില പോലും ഇല്ലെന്ന. പട്ടിക്ക് ഭയങ്കര വിലയാണ്. എന്ന് പറഞ്ഞാൽ പട്ടിക്ക് ജീവനുമുണ്ട്, ശരീരമുണ്ട്. പട്ടിക്ക് ജീവനും ശരീരവുമുണ്ട്, അതിന് ആത്മാവില്ല. മൃഗങ്ങൾക്ക് ജീവനും ശരീരമുണ്ട്, ആത്മാവില്ല. എന്നാൽ ജീവനും ശരീരവും ആത്മാവുള്ള ദേഹി ആത്മാവിനെ നിറയപ്പെട്ട ആത്മാവും ശരീരവും പ്രാണനുമുള്ള മനുഷ്യന് യാതൊരു വിലയും കൊടുക്കാതെ നായ്ക്കൾക്ക് വില കൊടുക്കുക, മൃഗങ്ങൾക്ക് വില കൊടുക്കുന്ന ഈ ലോകം, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം. ഭാരതത്തിലാണ് ഇതൊക്കെ കാണുന്നത്. പട്ടിയാണ് ഇവിടുത്തെ ഏറ്റവും ഉന്നതമായ സാധനം. എത്രയോ ആളുകളെ കഴിഞ്ഞ കാലങ്ങളിൽ, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെ, സ്കൂൾ കുട്ടികളെ തെരുവ് നായ്ക്കൾ, പേപ്പട്ടികൾ കടിച്ചു കീറി, എത്രയോ മുതിർന്നവരെ പട്ടി കടിച്ചു കീറി, എത്രയോ ആളുകൾ ഈ ലോകത്ത് പേ പിടിച്ച് മരിക്കുന്നു. പേ പിടിച്ചാൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ കുട്ടിയുടെ ആ മരിച്ച ആളിന്റെ വികൃതം, ആ രൂപം നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നിട്ടും നിങ്ങളുടെ മനസ്സാക്ഷി കടുപ്പമായിരിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കല്ലുപോലെ ഇരുന്നുകൊണ്ട് തെരുവ് പട്ടികൾക്കും പേപ്പട്ടികൾക്കും സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് അവയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്ന എന്നെ കേൾക്കുന്ന മൂർഷകൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾക്ക് ദൈവം ന്യായവിധി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പട്ടിയല്ല വലുത്, മനുഷ്യനാ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് മനുഷ്യൻ ജീവിക്കുന്നത് കാണുമ്പോൾ അതിനെക്കുറിച്ച് യാതൊരു സഹതാപവും ഇല്ലാതെ അത് വീണ്ടും വിറ്റടിക്കുന്ന മുട്ടിന് കള്ളുഷാപ്പുകളും ബാറുകളും ബീവറേജുകളും പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന വർണ്ണ കോമരങ്ങൾ. പ്രൈസലോ. നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അതെ, ദൈവത്തിന്റെ ന്യായവിധി വരാൻ സമയമായി. ദുഷ്കർമ്മം പെരുകിയില്ലേ? അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഇതൊക്കെ ഭൂമിയിൽ പെരുകി. പഴയ നിയമ കാലഘട്ടത്തിൽ, യെശയ്യാവിന്റെ കാലഘട്ടം തൊട്ട് സ്തോത്രം ഇതിങ്ങനെ പെരുകിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യം സൃഷ്ടിച്ച ആദവും ഹവ്വയും പാപത്തിൽ വീണു. അവർക്ക് ജനിച്ച ഹാബീലും കയീനും. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ കായീൻ തന്റെ സഹോദരനയക്കുന്ന, ഹല്ലേലൂയ. സ്തോത്രം, ഹാബീലിനെ കൊന്ന നാള് തൊട്ട് കുലപാതകങ്ങൾ ആ കുലപാതകത്തിന്റെ ആസക്തി ലോകം മുഴുവൻ വ്യാപരിച്ച് ഇന്ന് നിൽക്കുമ്പോൾ ആദമിലും ഹവ്വയിലും സംഭവിച്ച പാപം സകല മനുഷ്യരും വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന ജനത്തെ ആ പാപത്തിന് വിടുവിക്കാൻ വേണ്ടി, ഈ ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, ഹല്ലേലൂയ, ദൈവം താങ്കളെ വിളിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന് സുഖമല്ല സഹോദരനേ നമുക്ക് ആവശ്യം. ഈ ലോകത്തിന്റെ സുഖമല്ല ഇവിടെ ആവശ്യം. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെക്കുറിച്ച്, നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയെക്കുറിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കഴിയണം. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, രാജ്യത്തിനു വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി, ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി, സകല ജനത്തിനു വേണ്ടി, ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരം വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും ഓർത്തൊരുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യൻ പാപത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് നിത്യജീവനെ പ്രാപിച്ച് സ്വർഗീയ പർദീസിലേക്ക് എത്തുവാൻ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുക. അപ്പം ദൈവം ആശ്ചര്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ല, കർത്താവ് ആശ്ചര്യപ്പെട്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് വലിയ ആശ്ചര്യമായിരിക്കുന്നു. കർത്താവ് ആശ്ചര്യപ്പെട്ടു ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ ആശ്ചര്യമായി തോന്നണം. കാരണം രാജ്മകലിനെ കണ്ട് ഭ്രമിച്ച് ആശ്ചര്യപ്പെടുന്നു.
രാജ്മഹലിനെ കണ്ടിട്ട് ജനം എന്ത് ചെയ്യുന്നു? വളരെ ഭ്രമിച്ച് ആശ്ചര്യപ്പെടുന്നു. ഞാൻ ഈ മൈസൂർ പാലസ് ഒന്നും കണ്ടിട്ടില്ല, മൈസൂറിനും പോയിട്ടില്ല. എനിക്ക് മൈസൂർ പോയിട്ടുണ്ട്, പക്ഷെ അതൊന്നും കാണാൻ കയറിയിട്ടും കണ്ടിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ചിലർക്ക് അതിനെ കുറിച്ച് പറയും വളരെ ആശ്ചര്യത്തോടെ പറയുന്നത്, മൈസൂർ പാലസ്, മൈസൂർ എന്നൊക്കെ ആശ്ചര്യപ്പെട്ട് പറയുന്നു. ഹല്ലേലൂയ. മാത്രമല്ല, ഈജിപ്തിലുള്ള പിരമിഡുകളെ കുറിച്ച് മനുഷ്യൻ വളരെ ആശ്ചര്യപ്പെട്ട് ഭ്രമിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിൽ കെട്ടിയ തോട്ടം അന്നുണ്ടായിരുന്നവരെ അതിശയിപ്പിച്ച് ആശ്ചര്യപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം. ലോകസംഭവം, ലോക മഹാത്ഭുതങ്ങൾ ഏഴെന്നൊക്കെ എന്നിട്ട് പറയാറുണ്ട്. അതിനെ കണ്ടിട്ട് ജനം ആശ്ചര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനുഷ്യൻ പലതിനെയും കണ്ടിട്ട് ആശ്ചര്യപ്പെടുന്നു. മനുഷ്യൻ ഇന്ന് ഓരോരോ നിർമ്മിതികൾ ഉണ്ടാക്കുമ്പോൾ, ഓരോരോ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുമ്പോൾ, ഓരോരോ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് അത് ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ മനുഷ്യൻ ആശ്ചര്യപ്പെട്ടു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ എല്ലാം ആശ്ചര്യപ്പെടുക. ദേശത്ത് അക്രമം വീഴുമ്പോൾ, രാജകത്വം വീഴും, കൊലപാതകം നടക്കുമ്പോൾ മനുഷ്യൻ ആശ്ചര്യപ്പെടുന്നു. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ പലതും ആശ്ചര്യപ്പെടുന്നു. അങ്ങനെ മനുഷ്യൻ പലതും കണ്ട് ആശ്ചര്യപ്പെടുമ്പോൾ, എന്നാൽ നമ്മുടെ സ്വർഗീയ തേജസ് നിറയപ്പെട്ടിരിക്കുന്ന, സ്വർഗീയ തേജസ്സിൽ ഇരിക്കുന്ന, സ്വർഗ സിംഹാസനത്തിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് ഭൂമിയിലുള്ളതൊന്നും ആശ്ചര്യമല്ല. നമ്മുടെ കർത്താവിന് മനുഷ്യൻ പലതും ആശ്ചര്യത്തോടു കൂടി നോക്കുമ്പോൾ, ആശ്ചര്യപ്പെടുമ്പോൾ നമ്മുടെ കർത്താവിന് ഇതൊന്നും ആശ്ചര്യപ്പെടുന്നേ ഇല്ല. കർത്താവിന് ഇതൊരു ആശ്ചര്യമായിട്ട് തോന്നുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവിന് ഇത് ആശ്ചര്യപ്പെടുന്നത് എന്താണ്? നമ്മുടെ കർത്താവ് ആശ്ചര്യപ്പെടുന്ന കാര്യമാണ് നമ്മൾ വായിച്ച ദൈവവചനം. ആരുമില്ലെന്നവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലാകിയാൽ അവൻ ആശ്ചര്യപ്പെട്ടു. പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് കർത്താവ് ആശ്ചര്യപ്പെട്ടെന്ന്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ നിനക്കും നിന്റെ കുടുംബത്തിന് കഴിയാത്തത് കൊണ്ട് കർത്താവ് നിന്നെ നോക്കി ആശ്ചര്യപ്പെട്ടെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര, ദൈവം നിന്നെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലുള്ള ദൈവം നിങ്ങളെ നോക്കി ആശ്ചര്യപ്പെടുക. എന്താ പാപത്തിൽ നിറയപ്പെട്ട് കിടക്കുന്ന ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാതെ കൊണ്ട് നമ്മുടെ കർത്താവ് ആശ്ചര്യപ്പെടുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണമെന്ന്. പ്രാർത്ഥിക്കാൻ മനുഷ്യ സഭയിൽ കള്ളു കുടിക്കാൻ സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ മനുഷ്യ സമയത്തിൽ കള്ളു കുടിക്കാനും, പെണ്ണുപിടിക്കുവാനും, ചൂതാട്ടത്തിന് പോകാനും, ചുരുക്കമായ ജീവിതം നയിക്കുവാനും, രാഷ്ട്രീയ കളി കളിക്കുവാനും, അധികാരത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, മോഷണത്തിനും ബന്ധപ്പെട്ട സകല കാര്യത്തേക്ക്, സകല അസാൻമാർഗീയമായ കാര്യങ്ങൾക്കും, TV കാണാനും, സീരിയൽ കാണാനും, മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാനും ഒക്കെ മനുഷ്യന് സമയമുണ്ട്. മനുഷ്യന് ഇഷ്ടംപോലെ സമയമുണ്ട്. എന്നാൽ ദേശത്ത് നശിക്കുന്ന ജനത്തെക്കുറിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഇവിടെ ആരുമില്ല. പാപത്തിൽ നിറയപ്പെട്ട്, പാപത്തിൽ വീണ്ട, ശാപത്തിന്റെ കെട്ടിൽ അകപ്പെട്ട് മരണത്തിന്റെ അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അടുത്ത നിമിഷം ആത്മഹത്യക്ക് നോക്കിയിരിക്കുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഇവിടെ പ്രവാചകൻ പറയുക, ആരുമില്ല എന്നവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജത്തന്നെ അവന് രക്ഷ വരുത്തി എന്ന് യെശയ്യാ പ്രവാചകൻ 59-16 വാക്യം രേഖപ്പെടുത്തിയത്. നിങ്ങളെ ഓർത്ത് ദൈവം ആശ്ചര്യപ്പെടുക. എന്തുകൊണ്ടാ? നിനക്ക് വീടില്ലാത്തത് കൊണ്ടോ, നിനക്ക് കുടുംബമില്ലാത്തത് കൊണ്ടോ, ഭാര്യ ഇല്ലാത്തത് കൊണ്ടോ, മക്കളില്ലാത്തത് കൊണ്ടോ, നിനക്ക് ഉന്നതമായ ജോലി ഇല്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല കർത്താവ് ആശ്ചര്യപ്പെടുന്നത്. കർത്താവ് ആശ്ചര്യപ്പെടുന്നത് ദേശത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലാത്തത് കൊണ്ട് കർത്താവ് ആശ്ചര്യപ്പെടുക. അവൻ ലോകാത്ഭുതങ്ങളെ കണ്ടുകൊണ്ടല്ല കർത്താവ് ആശ്ചര്യപ്പെട്ടത്, പക്ഷപാതം ചെയ്യുവാൻ ഒരു ഇല്ലാത്തത് കൊണ്ടാണ് കർത്താവ് ആശ്ചര്യപ്പെട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, ഹല്ലേലൂയ, സ്വർഗ സിംഹാസനത്തിലിരിക്കുന്നവൻ, ഹല്ലേലൂയ, കർത്താവ് യെശയ്യാ പ്രവാചകനെ 66 എന്താണ്? സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദമിടും. അത് സ്വർഗ സിംഹാസനത്തിലിരിക്കുന്നവൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്തിയുള്ളവനും, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, ആരും കാണാത്തനും ആർക്കും കാണാൻ കഴിയാത്തനുമായിരിക്കുന്നവൻ, പെരുവെള്ളത്തിന്റെ ഇരിച്ചൽ പോലെ ശബ്ദമുള്ളവൻ, ഹല്ലേലൂയ, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായിരിക്കുന്ന, അത്ഭുതമന്ത്രി, വീരനാം ദൈവ, നിത്യപിതാവ്, സമാധാനപ്രഭുവായിരിക്കുന്ന, ഹല്ലേലൂയ, സകല ജനത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തിൽ സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി സദാ മധ്യസ്ഥം ചെയ്യുന്നവൻ, തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മധ്യാകാശത്ത് വെളിപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഈ ഭൂമിയെ നോക്കിയിട്ട് പറയുക, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലെന്ന്. അത് കണ്ടിട്ട് നമ്മുടെ കർത്താവ് ആശ്ചര്യപ്പെടുക.
പ്രൈസ് ദി ലോർഡ്. അല്ലേ? വചനമൊന്ന് വായിച്ചു നോക്കിയാട്ട് രക്തം ചെയ്യും. ഈ പ്രഭാതത്തിൽ നീ ഈ വചനം കേൾക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ വരാൻ പോകുന്ന ന്യായവിധി നിന്റെ കുടുംബത്തിന്, തലമുറയ്ക്ക്, നിന്റെ ജീവിതത്തിനും ദേശത്തിനും സമൂഹത്തിനും സഭയ്ക്കും ഭയാനകമായിരിക്കും. 2018 അല്ലെങ്കിൽ പ്രളയം നമ്മൾ കണ്ടു, 2019 പ്രളയം കണ്ടു, ആമീൻ, 2000 കൊറോണ കണ്ടു. തുടർന്നിങ്ങോട്ട് പലവിധമായി വ്യാധികളും കൊറോണകളും ഉൾപ്പൊട്ടകളും നാശനഷ്ടങ്ങളും പേമാരികളും കൊടുങ്കാറ്റും ചുള്ളിക്കൊടുങ്കാറ്റും ഉൾപ്പൊട്ടകളും മലയിടിച്ചുകളും വലിയ വെള്ളപ്പൊക്കങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും മനുഷ്യൻ അധാർമ്മികതയിലേക്ക് പോകുമ്പോൾ, കൊലപാതകങ്ങൾ പെരുകുമ്പോൾ, വർഗീയത, തീവ്രവാദങ്ങൾ, ഭീകരവാദങ്ങൾ പെരുകുമ്പോൾ, ആമീൻ, മനുഷ്യനെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവിന്നത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ അന്വേഷിക്കുന്നു എന്നാണ്. പ്രൈസറോ, കർത്താവ് നിന്നെ അന്വേഷിക്കുക, പ്രാർത്ഥിക്കാൻ. പ്രൈസറോ, അതായത് പ്രാർത്ഥനയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. നോക്കിയിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഈ വേദപുസ്തക വാക്യം എഴുതിവെച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 16 വാക്യം വായിക്കുമ്പോൾ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 59 അധ്യായം നമ്മൾ ഫുള്ളായിട്ട് വായിക്കണമെങ്കിലേ പാപത്തിന്റെ ഭയാനകതയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ലേരിയായി, അതെ, ഇന്ന് പകൽ നീ ദേശം ഇടിവിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ കർത്താവ് ഈ ജനത്തെ പാപത്തിന് രക്ഷിക്കും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രയും അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും ആമ്യം മലിനപ്പെടുന്നു. നിങ്ങളുടെ അത്തരങ്ങൾ ഫോഷ്ക്ക് സംസാരിക്കുന്നു. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചു നോക്ക്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം വായിച്ചിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങളുടെ ദേശത്തേക്ക് നോക്കുക, നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കുക. അല്ലേലിയ, പാപം എവിടെയെല്ലാം പെരുകി. പാപമില്ലാത്ത ഒരു മേഖല ചൂണ്ടിക്കാണിക്കാനുണ്ടോ? പാപം വസിക്കാത്ത ഒരു കുടുംബമെങ്കിലും ഉണ്ടോ? പാപം വസിക്കാത്ത ഏതെങ്കിലും വ്യക്തികളുണ്ടോ? സകല മേഖലയും പാപം പെരുകിയില്ലേ? പാപത്തിൽ ഉല്ലസിച്ച് ജീവിക്കുന്ന സ്വഭാവി നരകവിധി നിനക്ക് ദൈവം വെച്ചിട്ടുണ്ട്. നീ കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള നരകാഗ്നിയിലേക്ക്, നരകക്കടലിലേക്ക് നിന്നെ തള്ളിയിടുന്ന നാളുകൾ ഏറെ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫ്രൈസറോ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം, ദേശത്ത് ഇടിവിന്ന് പ്രാർത്ഥിക്കണം. നല്ലൊരു അപ്പം പ്രാർത്ഥനയ്ക്ക് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത ഒരു ശക്തി ഉണ്ടായിരുന്നിട്ടും ഇന്ന് അനേക ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ വേണ്ടത്ര പ്രാർത്ഥനയോ അപേക്ഷകളോ ഇല്ല എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥനയുടെ ശക്തിയോളം വലിയ ശക്തി ലോകത്തിൽ വേറൊരു ശക്തിയില്ല കേട്ടോ. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ ശക്തി. ആ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം ശക്തി ഉണ്ടാകിയിരുന്നിട്ടും ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ വേണ്ടത്ര പ്രാർത്ഥനയും ഉപേക്ഷയും ഉപവാസവും ഇല്ലാതെ മനുഷ്യൻ ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കണക്കെടുപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം 5 മിനിറ്റ് പോലും പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കാത്ത ആയിരക്കണക്കിന് ജനങ്ങളെ ഓരോ രാജ്യങ്ങളും കാണുവാൻ കഴിഞ്ഞു. അത് ഇന്ന് പകൽ ഈ കാലഘട്ടം ചിന്തിച്ചു നോക്കട്ടെ. ഒരു നിമിഷം, ഒരു ദിവസം 5 മിനിറ്റുമെങ്കിലും മാറി നിന്ന് സ്വസ്ഥമായിട്ട് ദേശത്തിന് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത താങ്കൾ അല്ലേ നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നത്? പ്രൈസറോ, എന്താണ് ഹല്ലേലൂയ? ഒരു കണക്കെടുപ്പിൽ യൂറോപ്പിലും അമേരിക്കയിലും 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാത്ത ക്രിസ്ത്യാനികൾ ധാരാളമായിരിക്കുന്നത് വളരെ ആശ്ചര്യത്തോടെ കാണുവാൻ കഴിയും. കർത്താവ് അവൻ തന്നെ പക്ഷപാതം ചെയ്തു. ഇന്നും യേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു കേട്ടോ. ആരുമില്ലാത്തതുകൊണ്ട് നമുക്ക് വേണ്ടി ആരാ പക്ഷപാതം ചെയ്യുന്നത്? കർത്താവാ. ഇന്നും നമുക്ക് വേണ്ടി ആരാ പക്ഷപാതം? യേശു. പിതാവിന്റെ ഫലത്വമാകത്ത സദാസമയം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവിന്റെ വചനമെങ്കിലും മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം 5 മിനിറ്റെങ്കിലും നീ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന്, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ നിന്റെ സമയത്തെ വേർതിരിക്കണം. അല്ലേലും നീ പ്രാർത്ഥിക്കാത്തവനാണെങ്കിൽ നീ ഒരിക്കലും നിത്യമായ രാജ്യത്തെ സ്വർഗീയ പരദീസ പടിവാതിൽ പോലും കാണത്തില്ല. പ്രൈസറോ, പ്രാർത്ഥിക്കാൻ സമയമില്ല, മറ്റെന്തിന് സമയമുണ്ട്? അപ്പൊ ഒരു ദിവസം 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ. പേരുകൊണ്ട് ക്രൈസ്തവൻ, പ്രമാണമുണ്ട്, പാരമ്പര്യമുണ്ട്, പൗരോഹിത്യമുണ്ട്, എല്ലാം വേഷഭൂഷാദികളും എല്ലാം ഉണ്ട്.
എല്ലാ ആഡംബരങ്ങളുണ്ട്, സുഖലൂലമായ ജീവിതമുണ്ട്, ആഡംബര കാറുകൾ, ആഡംബര വീടുകളുണ്ട്, സുഖലൂലമായ ജീവിതമുണ്ട്. ഇതെല്ലാം നിനക്കുണ്ടെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും പാപത്തിൽ വീട് കിടക്കുന്ന, പാപത്തിൽ നിറയപ്പെട്ട് കിടക്കുന്ന ജനത്തിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ സഹോദര സഹോദരി? ഇല്ലെങ്കിൽ നീ ദൈവസനെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കാൻ നാം ഓരോരുത്തരും അവന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനം 5-10 വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെ, നീ ശരീരത്തിൽ ചെയ്തത് നല്ലതാണേലും തീയതാണേലും അതിന് തക്ക പ്രതിഫലം ദൈവം തരുന്നൊരു നാളുണ്ട്. മടങ്ങി വന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേശത്തിന് പക്ഷപാതം ചെയ്യുവാൻ നീ തയ്യാറാകണം, തീരുമാനമെടുക്കണം. നിന്റെ ഒരു ദിവസം 5 മിനിറ്റെങ്കിലും നീ മാറ്റിവേ. നിനക്ക് 24 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ട്. 24 മണിക്കൂറിന്റെ ദശാംശം മാറ്റിവെച്ചാൽ എത്ര മണിക്കൂർ നീ കൊടുക്കും? 2 മണിക്കൂർ 40 മിനിറ്റ് മാറ്റണ്ടേ? എന്നാൽ നീ അത് മാറ്റിവെച്ചിട്ടുണ്ടോ? ഒരു ദിവസം 5 മിനിറ്റെങ്കിലും കർത്താവിന് നീ പക്ഷപാതം ചെയ്യുന്നുണ്ടോ? പ്രൈസ്. ഇതൊക്കെ ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് നിന്റെ കുടുംബത്തെ നോക്കിയിട്ട് കർത്താവ് ആശ്ചര്യപ്പെടുക. നിന്റെ കുടുംബത്തെ 24 മണിക്കൂർ നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് പക്ഷപാതം ചെയ്യുക സ്വർഗത്തിനെ. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് നിന്റെ കുടുംബത്തെ നോക്കുക. നിന്റെ കുടുംബത്തെ നോക്കിയിട്ട് 5 മിനിറ്റ് പോലും നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി പോലും പക്ഷപാതം ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നിന്റെ കുടുംബത്തെ നോക്കി കർത്താവ് ആശ്ചര്യപ്പെടുന്നു. പ്രൈസ്. എത്ര വേദനാജനകമാ വാക്യമില്ലേ? പ്രൈസ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടത് ഒന്നുമല്ല, അല്ല അവന്റെ സൃഷ്ടിയാണ്. പാഴും ശൂന്യമായി കിടന്ന, പാഴും ഭൂരഹിതമായി കിടന്ന ഈ ഭൂമി, ആഴത്തിന് ഇരുളുണ്ടായിരുന്ന ഈ ഭൂമിയെ കർത്താവ് ഒരു പുനരാവർത്തനത്തിലൂടെ വെളിച്ചം വീശി ഭൂമിക്ക് വേണ്ടുന്നതെല്ലാം സൃഷ്ടിച്ചെന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് ഇതെല്ലാം അവന്റെ കൈകൊള്ള പ്രവൃത്തിയെ. അതുകൊണ്ട് 19 സംഗീതം 1 വാക്യം, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആകാശം ഇതാന്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു. ഭൂമിയെ ചാണുകൊണ്ട് അളക്കുന്നവൻ, അല്ലയ്യ കരയിലേക്ക് കയറാൻ മണൽ കൊണ്ട് അതിരിട്ടവൻ, നക്ഷത്രങ്ങളെ അതതിന്റെ പാതയിൽ വിരിക്കുന്നവൻ, സൂര്യചന്ദ്രനെ അതിന് ക്രമാഗതമായി അതിനെ നിയന്ത്രിക്കുന്നവൻ, ഹല്ലേലൂയ. സകല ജലത്തിന് ശ്വാസം നൽകുന്ന സകല ജലത്തിന്റെ സൃഷ്ടാവ് ആ കർത്താവ്. ഇതൊന്നും ആശ്ചര്യമല്ല. അവന്റെ സൃഷ്ടികളെ നോക്കിയിട്ട് ഒരിക്കലും കർത്താവ് ആശ്ചര്യപ്പെടുന്നില്ല. അവർ സർവജ്ഞാനിയ. എന്നാൽ കർത്താവ് ആശ്ചര്യപ്പെട്ടത് എന്താ? പാപത്തിൽ നിറയപ്പെട്ട് കിടക്കുന്ന ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഒരുവിനില്ലാത്തത് കൊണ്ട് കർത്താവ് ആശ്ചര്യപ്പെടുന്നു. നമ്മുടെ കർത്താവ് അത് മാത്രമേ ആശ്ചര്യപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾ വേദവസം വായിച്ചു നോക്ക്. പ്രൈസിലോ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം കേട്ടോ. പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. ഇന്ന് ലോകമെന്താ കാലം പോലെ കരിതുള്ളി നിൽക്കുക മനുഷ്യന്. ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് നടക്കുന്നത്? സ്തോത്രം. എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യൻ മൃഗത്തിന് സമാനമായി മാറി. മനുഷ്യൻ മൃഗം, മാനത്തോടി, ഞാൻ ആദ്യം പറഞ്ഞു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യം. 49 സംഗതി 20 വാക്യം വായിച്ച് ധ്യാനിച്ചിട്ട് നിന്റെ ജീവിതത്തിലേക്ക് നീ തിരിഞ്ഞു നോക്ക സ്വഭാവേ. നീ മാനത്തോടിരുന്നവനല്ലേ? നീ വിവേകഹീനനായി മാറിയില്ലേ? ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്ക് മദ്യത്തിന് മയക്കുമരുന്നിൽ അടിമപ്പെട്ട് നീ അത് അടിമയായി മാറിയില്ല. നീ വിവേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ നീ ആരായി മാറി? നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി മാറി. സഹോദര സഹോദരി, സ്നേഹിത, പ്രിയ സുഹൃത്തെ, താങ്കൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ ദൈവം നിനക്കൊരു അവസരം തരും. ഒരു പ്രഭാതം കൂടെ തരുമ്പോൾ മാനസാന്തരത്തിന് വേണ്ടി കർത്താവ് നിന്നിൽ ആശ്രയിക്കുമ്പോൾ, ഒരു പ്രാർത്ഥന മനുഷ്യനെ നിന്റെ ദൈവം കാണാൻ ആഗ്രഹിക്കുമ്പോൾ നീ അതിനു വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അല്ലേലി. ഇവിടെ ദൈവത്തിന്റെ വചനം വാങ്ങിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പാതാളത്തിലേക്ക് ചെല്ലേണ്ടതായ മനുഷ്യനെ പർദീസിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം നരകത്തിലേക്ക് പോകാനിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാത്തത് കൊണ്ട്, അവർക്ക് ഇടി നിൽക്കാത്തത് കൊണ്ട് അവരവരുടെ പാപത്തിൽ മരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എസ്കേലിന്റെ പുസ്തകം 18 വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ കുടുംബത്തിലുള്ള പാപം ചെയ്ത് പാപത്തിൽ മരിച്ച് അവർ നരകത്തിലേക്ക് പോകുമെന്ന്. പ്രൈസല്ലോ. പാപം ചെയ്യുന്നവൻ കൂടെ നരകത്തിലേക്ക് പോകും. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്ന് ക്രിയകളും കർമ്മങ്ങളും നടത്തിയ മരിച്ച മനുഷ്യന്റെ ഒരു കർമ്മം നടത്തിക്കൊണ്ടും ആ മനുഷ്യന്റെ ആത്മാവിനെ നിത്യത്തിലേക്ക് കൊണ്ടുപോകാൻ, സ്വർഗപ്രദേശത്തിൽ കൊണ്ടുപോകാൻ ഉലകത്തിൽ ഒരു വ്യക്തിക്കും കഴിയില്ല.
അതുകൊണ്ട് നീ നിന്റെ കുടുംബത്തിന്റെ മാതാവിന്റെ സുഖത്തിന്റെ ഉറ്റവരുടെ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ പാപം കാണുമ്പോൾ നീ അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിച്ചാൽ നരകക്കടലിൽ നരകാത്തിന്നവരെ സ്വർഗപ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അപ്പൊ നിന്റെ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ഇടിവി നിൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവത്തെ ആശ്ചര്യപ്പെടുത്തിയ ഇനിയൊരു സംഭവമുണ്ട്. എന്താ പറയുക? ദൈവത്തെ ആശ്ചര്യപ്പെടുത്തിയ മറ്റൊരു സംഭവമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63 അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു പ്രതികാര ദിവസം കരുതിയിരുന്നു, എന്റെ വിമുക്തന്മാരുടെ സൽവത്സരം വന്നിരുന്നു. ഞാൻ നോക്കി, എങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കി, എങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എന്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി, എന്റെ ക്രോധം തന്നെ എനിക്ക് തുണതുന്നു. ഞാൻ എന്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ തകർത്തു, അവരുടെ രക്തത്തെ ഞാൻ നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ദേശത്തിനു വേണ്ടി പാപത്തിൽ നിറയപ്പെട്ട് കിടക്കുന്ന ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലാത്തത് കൊണ്ട് കർത്താവ് ഇവിടെ ആശ്ചര്യപ്പെടുന്നത് കാണാൻ കഴിയും. മശിഹായുടെ പ്രതികാര ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്. മശിഹായുടെ പ്രതികാര ദിവസത്തെ കുറിച്ച് എന്നെ കേൾക്കുന്ന മാതാവേ, നമ്മൾ ദൈവവചനം വായിക്കുന്നവരാ, ദൈവവചനം ചിന്തിക്കുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ. ഹല്ലേലൂയ. നമ്മൾ മധ്യസ്ഥ ചെയ്യണം. കൊട്ടിയ പാപത്തെ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായി നിങ്ങളെയും അവനോടുകൂടെ ഉയർപ്പിച്ചു എന്ന് എഫെസ്യലേഖനം 2:1 വായിക്കുമ്പോൾ കൃപയാൽ നിനക്ക് ലഭിച്ച രക്ഷയുണ്ടല്ലോ, കൃപയാൽ നിനക്ക് ലഭിച്ച നിത്യജീവനുണ്ടല്ലോ, അത് നീ മാത്രം അനുഭവിക്കാൻ വേണ്ടിയല്ല. നിനക്ക് ലഭിച്ച രക്ഷ നീ മാത്രം അനുഭവിക്കാൻ വേണ്ടിയല്ല. നിനക്ക് ലഭിച്ച കൃപയും നിത്യജീവനും നിനക്ക് ലഭിച്ച രക്ഷയും സന്തോഷവും സമാധാനം നീ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ അവൻ അങ്ങനെ തന്നെ ജീവിക്കട്ടെ, അവനത് വരണമെന്ന് പറയാതെ അവര് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ നീ തയ്യാറാകണം. രക്തം ചെയ്യും. പ്രൈസലോ. ഞാൻ ഈ ദൈവത്തിനൊക്കെ വായിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്, സന്തോഷം വരാറുണ്ട്. കാരണം പണ്ടേ മരിച്ച് ഒരു പിടി മണ്ണായി മാറേണ്ടത്, പണ്ടേ പാപത്തിൽ മരിച്ച് ഒരു പിടി മണ്ണായി മാറേണ്ട സ്ഥാനത്ത് ആയിരക്കണക്കിന് ദൈവസഭകൾ ഉള്ള ഈ കേരളത്തിൽ, ഭാരതത്തിൽ ഒരു കണക്കുറഞ്ഞ് എന്റെയൊക്കെ വീടിന് ചുറ്റും പെന്തക്കോസ് പള്ളിയാ. പെന്തക്കോസുകാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമാണ് പണ്ടേ ഒരു മണ്ണായി നരകക്കടലിലേക്ക് എന്നെ വിട്ടുകൊടുക്കാതെ അവരുടെ പ്രാർത്ഥനയാണ് എന്റെ പാപത്തിൽ തന്നെ വേർതിരിച്ച് അവർ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ഇടിവി നിന്നത് കൊണ്ടാണ് എനിക്കൊരു മാനസാന്തരം വന്നതും. അതുകൊണ്ടാണ് ഞാൻ നിത്യജീവന്റെ അവകാശിയായി ആ നരകാഗ്നിയിൽ നിന്ന് സ്വർഗീയ പർദീസിലേക്ക് എനിക്ക് വഴി തുറന്നത്. അതുകൊണ്ടാണ് നീ ഇടിവിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറയുന്നുള്ളൂ, അത് ഏറ്റവും വലിയ വിലപ്പെട്ട നിമിഷമാകട്ടോ. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ ശത്രു വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവ് പറഞ്ഞിട്ടുള്ളതാ. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. നിനക്കൊരു ശത്രു ഉണ്ടാകരുത്, നിനക്കൊരു ശത്രു ഉണ്ടാകരുത്. ഒരുപക്ഷെ അവര് നിനക്ക് ശത്രുവായിരിക്കും, പക്ഷെ നിന്റെ ശത്രുവിനെ നിനക്ക് മിത്രങ്ങളെ പോലെ കാണുവാൻ കഴിയണം. ഹല്ലേലൂയ. അവരെ മിത്രങ്ങളെ പോലെ കണ്ടത് ഒരുപക്ഷെ അവൻ നിന്നോട് മിണ്ടിയത് വരത്തില്ല, സംസാരിച്ചു വരെ നിന്നെ ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കും, ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം, നിന്നെ മൃഗീയമായി വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ഇന്നും അത് തന്നെയായിരിക്കാം. പക്ഷേ എങ്കിലും നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അവനെ ശത്രുവായിട്ട് കാണാതെ അവന്റെ മാനസാന്തരത്തിന്, അവളുടെ മാനസാന്തരം വേണ്ടി, ആ കുടുംബത്തിന്റെ സഹോദരന്റെ മാനസാന്തരം വേണ്ടി കണ്ണീരിലൂടെ നീ ഇടിവി നിന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, അവനെ നിനക്ക് നേടിയെടുക്കുവാൻ കഴിയും, അവളെ നേടിയെടുക്കുവാൻ കഴിയും. പ്രൈസലോ. ദൈവത്തെ ആഗ്രഹിക്കുന്നത് പ്രവാചകനതാ പറയുന്നത് കേട്ടോ. ഇവിടെ എന്താണ് പറയുന്നത്? ദൈവം ആശ്ചര്യപ്പെടുത്തിയ ഈ സംഭവം. ഹല്ലേലൂയ. നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പം പുതിയ നിയമത്തിൽ ഒരു യേശു ശതാധിപന്റെ വിശ്വാസത്തെ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു എന്നാ പറയുന്നത്. പുതിയ നിയമത്തിൽ ശതാധിപന്റെ വിശ്വാസത്തെ കണ്ടിട്ട് കർത്താവ് ആശ്ചര്യപ്പെട്ടെന്ന്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 10-ാം വാക്യമൊക്കെ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 തൊട്ട് വാക്യങ്ങൾ വായിക്കും. അവൻ ഖബർനഹൂമിൽ എത്തിയപ്പോൾ ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ വന്നവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിലുള്ള മനുഷ്യൻ ആകുന്നു. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകും, മറ്റൊരു വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അവൻ അത് ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
ഇത് കേട്ടിട്ട് യേശു അതിശയിച്ചെന്ന് ആശ്ചര്യപ്പെട്ടു. കണ്ടോ, ശതാധികം പറയാ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഈ പാട്ടെല്ലാവരും പാടും, പക്ഷെ അനുഭവമില്ല. ഇപ്പൊ ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ട് നമ്മുടെ കർത്താവ് ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന യേശു ക്രിസ്തു വളർന്ന നസ്രയത്തിൽ വന്നപ്പോൾ ജനങ്ങൾ അവങ്കിൽ ഇടറിപ്പോയി. ഹല്ലേലൂയ. യേശു ക്രിസ്തു വളർന്ന യേശു ക്രിസ്തു സ്തോത്രം ജനിച്ച അവൻ വളർന്ന നാട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം നസ്രയത്തിൽ വന്നപ്പോൾ ജനങ്ങളെല്ലാം വളരെ ആശ്ചര്യപ്പെട്ടു എന്ന്. അതിനെക്കുറിച്ച് വേദപുസ്തകം മർക്കോസിന്റെ ലേഖനം, മർക്കോസിന്റെ സുവിശേഷം, ലേഖനമല്ല കേട്ടോ, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം വായിക്കും, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ അവിശ്വാസ ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. ആരുടെ? നസ്രയത്തിലെ ജനത്തിന്റെ അവിശ്വാസം മുഖാന്തരമായി അവൻ ആശ്ചര്യപ്പെട്ടെന്നു യേശു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആശ്ചര്യപ്പെട്ട കാര്യങ്ങളാ. എന്താണ് അതിന്റെ ചരിത്രവച്ചാലും വലിയ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കേണ്ട. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃനഗരത്തിൽ ചെന്നു. അവന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. ഇവന് എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവന്റെ കയ്യിൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികൾ ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു നസ്രയത്തിൽ വന്നപ്പോൾ അവിടുത്തെ ജനം, ഇവന് തച്ചന്റെ മോനല്ലേ, ഇവന്റെ സഹോദരനല്ലേ യാക്കോബ്, യോസെ, യൂദ, ശീമോനൊക്കെ ഉണ്ടല്ലോ, ഇവന്റെ സഹോദരിമാർ നമ്മുടെ കൂടെ ഇല്ലേ? ഇവൻ ഈ വീര്യപ്രവർത്തികളും ഇവൻ ഈ അത്ഭുതങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി. അല്ലെങ്കിൽ ഇടറിപ്പോയി. സ്തോത്രം. അതാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. അമ്മേ സ്തോത്രം. അമ്മ നിന്നിട്ട് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമ യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും ചാചക്കാട്ടിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവരുടെ അവിശ്വാസ ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അല്ലേലേ. ഇന്നും അതൊക്കെയല്ലേ സംഭവിക്കുന്നത്? അല്ലേ? നമ്മുടെ കർത്താവായി കാണാൻ കഴിയാതെ, കർത്താവിനെ ദൈവമായി കാണാൻ കഴിയാതെ, യേശുവിനെ ദൈവപുത്രനായി ദൈവമായി കാണാൻ കഴിയാതെ ഇന്നും യേശു ക്രിസ്തു ആ തച്ചന്റെ മകനല്ലേ, മറിയുടെ മകനല്ലേ, അവന്റെ യാക്കോബ്, യോസ, യൂദ, ശീമോൻ, അവന്റെ സഹോദരിമാരും ഒക്കെ ഉണ്ടല്ലോ. ഇവൻ എന്താ ചെയ്യുന്നത്? ഇവൻ എന്ത് അത്ഭുതം ചെയ്യാൻ കഴിയും? ഇവൻ ദൈവമാണോ? ഇവരാണോ ദൈവം എന്നൊക്കെ ചിന്തിക്കുന്ന അനവധി നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാരും തീവ്രവാദികളും വർഗീയവാദികളും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം, അവിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനം ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അവർ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിക്കുക. നസ്രയത്തിൽ ചെന്നപ്പോഴത്തെ ജനം യേശുവിനെ കുറിച്ച് കേട്ട് ഭ്രമിച്ചു പോയതുപോലെ. നമ്മൾ യേശുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും ഇന്നും ഭ്രമിച്ചു നോക്കുക, ഇവരെന്തോ ഈ പറയുന്നത്? യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ജനം, നമ്മൾ ഈ ഓരോ സ്ഥലത്ത് പരിചയമുണ്ട്, നമ്മൾ യേശുവിനെ കുറിച്ച് അവിടുത്തെ ജനം ഭ്രമിച്ച നോക്കുക, എന്തെങ്കിലും പറയുന്നത്. ഇവരെ തച്ചനെ മോനെ കുറിച്ചാണോ പറയുന്നത്? ഇവരെ യേശുവിനെ കുറിച്ചാണോ പറയുന്നത്? പലരും ഭ്രമിച്ചു നോക്കുക. നിങ്ങളുടെ അവിശ്വാസം മുഖാന്തരം, നിങ്ങളുടെ വിശ്വാസക്കുറവ് മുഖാന്തരം നിന്റെ കുടുംബത്തിൽ നടക്കേണ്ട അത്ഭുതം നടക്കാതെ പോകും. നസ്രയത്തിൽ നടക്കേണ്ട അത്ഭുതങ്ങൾ നടന്നില്ല. ചില രോഗികൾക്ക് മാത്രം സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ യാതൊരു വീര്യപ്രവർത്തനവും നടന്നില്ല. കാരണം അവിടുത്തെ ജനത്തിന്റെ അവിശ്വാസം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ കാലഘട്ടത്തിൽ നാം ദൈവസന്നിധിക്ക് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. കാലമിനി അധികമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഏറ്റവും ആസനമായി കാഹളം ധരിക്കാൻ സമയമായി. ദൈവത്തിന്റെ സഭയെ ചേർക്കാൻ സമയമായി. ഈ സഭാ കാലഘട്ടം, ഈ കൃപായുഗം അവസാനിക്കാൻ സമയമായി. അല്ലെങ്കിൽ കർത്താവ് വിളിച്ച് വേർതിരിച്ചവരെ വിശുദ്ധന്മാരെ, കർത്താവിന്റെ സഭയാകുന്ന മണവാട്ടി സഭയെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരാൻ സമയമായി. അവൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂമ്പോഴോ രാവിലെ ഏത് നേരത്ത് വരും നമുക്കറിയില്ല. അതുകൊണ്ട് താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? താങ്കളുടെ കുടുംബത്തിന് വേണ്ടി താങ്കൾ പക്ഷപാതം ചെയ്യുന്നുണ്ടോ? നരകാത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുക താങ്കളുടെ കുടുംബത്തിലെ, താങ്കളുടെ മക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കൾ താങ്കൾ ഇരിക്കി നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷപാതം ജീവൻ നിന്നിട്ടുണ്ടോ? പക്ഷപാതം ചെയ്യുന്നത് നിങ്ങൾ പ്രാർത്ഥന ആരംഭിക്കണം കേട്ടോ. രക്തം ചെയ്യും. പ്രൈസലോ.
ഹല്ലേലൂയ. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ആവശ്യം. എല്ലാവർക്കും അനുഗ്രഹങ്ങളും ദൂതുകളും പ്രവചനവും ദൂതും പാഠവും വിദേശ യാത്രയും ഈ ലോകത്തിന്റെ സുഖലോകത്തിന്റെ ഒരുപാട് പ്രാർത്ഥന വിഷയമാണ് വരുന്നത്. എന്തുമാത്രം ആൾക്കാരാ ഈ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോഴേ അവരുടെ കാര്യങ്ങൾ മാത്രം അവർ പറയുന്നത്. ദേശത്തെക്കുറിച്ച് അവർക്ക് ഭാരമില്ല, സമൂഹത്തെക്കുറിച്ച് ഭാരമില്ല, നഷ്ടപ്പെട്ടു പോകുന്ന ഭാവിയെക്കുറിച്ച് ഭാരമില്ല, അവർക്ക് നഷ്ടപ്പെടുന്ന ജനത്തെക്കുറിച്ച് ഇടിവി നിൽക്കാൻ സമയമില്ല. അവരും അവരുടെ കുടുംബം എന്നുള്ളത് മാത്രമാണ് പാലിയുടെ 99% ജനത്തിന്റെയും വിഷയം. ഞാനും എൻ്റെ കുടുംബവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോഴി ചകഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നത് പോലെ. കോഴി ചകഞ്ഞത് കണ്ടിട്ടില്ലേ? കോഴി ചകഞ്ഞ് മുൻകാല് കൊണ്ട് ചകഞ്ഞ് പുറകോട്ടിട്ട് കൊടുക്കും. തന്റെ കുഞ്ഞുങ്ങൾ പുറകിൽ നിന്ന് കൊത്തിപ്പറിച്ച് തിന്നും. കാരണം കോഴിക്ക് മുന്നോട്ട് ചെയ്യാൻ അറിയത്തില്ല. ഇന്ന് പല ആളുകളും അങ്ങനെ. ഞാനും എൻ്റെ കുടുംബവും, കോഴിയും കോഴിയുടെ കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ കുടുംബം. പോരാ കേട്ടോ. കരയണം, കണ്ണീരിലൂടെ കരയണം, ദേശം ഇടി നിൽക്കണം, പ്രാർത്ഥിക്കണം, മധ്യസ്ഥ ചെയ്യണം, ഉപവസിക്കണം. നമ്മെ പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ കണ്ണീരിലൂടെ പ്രാർത്ഥിക്കുന്നതിന്റെ അടുത്ത കുടുംബങ്ങളിലേക്ക് നീ നോക്കിയാട്ട്, അയൽ ഭവനങ്ങളിലേക്ക് നോക്കിയാട്ട്. നീ പ്രഭാതത്തിൽ കണ്ണ് ചിമ്മി എഴുന്നേറ്റ് മുറ്റത്തിറങ്ങുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ചുറ്റും നടക്കുന്ന നിലവിളി കാണണം. പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടുവിക്കുമെന്ന് റോമാലേഖനം 7:24 പറയുന്ന പോലെ സകല മനുഷ്യരും പാപം മുഖാന്തരം അരിഷ്ട മനുഷ്യനായി മാറി. നിലവിളി ഉയരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, വേദപുസ്തകം മുഴുവൻ നാം നോക്കുമ്പോൾ 4 സ്ഥലങ്ങളിൽ കർത്താവ് ആശ്ചര്യപ്പെട്ടു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളെ ആരാഞ്ഞു നോക്കി കർത്താവിന്റെ പാദപീഠത്തിൽ അമർന്നിരുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് നീ പക്ഷപാതം ചെയ്യുന്നുണ്ടോ? യാചിക്കുന്നുണ്ടോ? ഇന്ന് ലോകം മുഴുവൻ പാപത്തിൽ നിറയപ്പെട്ടു നിൽക്കുമ്പോൾ ഒരു ക്രൈസ്തവന്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ കർത്താവിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ, ഹല്ലേലൂയ, കർത്താവിന്റെ ശിഷ്യന്മാർ, അവർ കഠിനമായ ശോധനയുടെ സുവിശേഷം പറഞ്ഞ് അവർ ദേശം ഇടിവിന്ന് പ്രാപ്തി യോഹന്നാൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം രക്തസാക്ഷികളായി മാറി. അപ്പോസ്തലനായ പൗലോസ് ദൈവം തെരഞ്ഞെടുത്ത് പൗലോസ് ദേശം മധ്യസ്ഥ ഇടിവിൽ നിന്നു പൗലോസ് രക്തസാക്ഷിയായി മാറി. ആദിമസഭയുടെ ചരിത്രം പഠിച്ചാൽ ആയിരക്കണക്കിന് ജനങ്ങൾ ദേശം ഇടിവിന്ന് പ്രാപ്തി രക്തസാക്ഷികളായി മാറി. ഇങ്ങനെയുള്ള ചിന്തകളും നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അതോ നീ നിന്റെ കുടുംബങ്ങളുടെ ചിന്തയാണോ? അതുകൊണ്ട് പ്രവാചകൻ പറയുക, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:16 ആവർത്തിച്ച് വായിക്കുന്നു, ആരുമില്ലെന്നവൻ കണ്ടു, പക്ഷപാത ജീവൻ ആരുമില്ലാക്കിയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി, അവന്റെ നീതി അവനെ താങ്ങി. അല്ലേലും അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, പക്ഷപാതം ചെയ്യുവാൻ നിന്നെ ധരിപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരാം. ഇതുവരെ നിനക്ക് പ്രാർത്ഥിക്കുന്ന തീരുമാനമെടുത്ത് എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. കർത്താവ്, ഇന്ന് മുതൽ ഞാൻ എൻ്റെ ദേശത്തിന്റെ സമൂഹത്തിന്റെ കുടുംബത്തിന്റെ പക്ഷപാതം ചെയ്യുവാൻ ഒരു ദിവസം ചില നിമിഷങ്ങൾ ഞാൻ മാറ്റിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോട് പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ട് സകല ജനത്തെ, ലോകരാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങൾ 800 കോടി ജനം, ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൊട്ടാരത്തി വരെ വാർക്കുന്ന സകല ജനത്തെ, രാജ്യരാഷ്ട്രതലവന്മാർ, അധികാരി, നയന്മാർ, ഭരണാധിപന്മാർ, എല്ലാ ക്രമസമാധാന പാലകരെയും, ശൈശവത്തിൽ ബാല്യ കൗമാരി യുവനത്തിൽ ഞാൻ ഇവിടുത്തെ രസമോ ഈ ആഴ്ചകൾ ഓർമ്മ ചോട്ട യുവ തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, ട്രൈബൽ മേഖലയിലും ആദിവാസി മേഖലയിലും എല്ലാ കർത്താവ് വിശ്വതം ദ്വീപുകളിലും ആദിവാസി എല്ലാ ജനത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. മദ്യത്തിന് മയക്കുവിനും സലകരിക്കും അടിപ്പെട്ട് കിടന്ന് ലോകത്തെ ജനീയ പാപസൂമിൽ വീടുകിടക്കുന്ന കോടി ജനങ്ങൾക്ക് വേണ്ടി കർത്താവ് മതങ്ങൾ, മത നേതാക്കന്മാർ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ അവർക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾ മധ്യസ്ഥ ചെയ്യുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ ദൈവമക്കൾ, ഞങ്ങൾ കർത്താവികൾക്ക് മധ്യസ്ഥ ചെയ്യാൻ രക്ഷയ്ക്ക് വേണ്ടി നരകഘട്ടത്തിൽ നിന്ന് കർത്താവി അവർക്ക് സ്വർഗ്ഗ പർദീസയിലേക്ക് പ്രവേശിപ്പാൻ നിത്യജീവനെ ജനത്തെ കൊടുക്കണമേ. പാപം വിട്ട് മടങ്ങി വരുവാൻ ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ, ദൈവദാസന്മാർ, ഭൂമിയിലും കഷ്ടം സഹിക്കുന്ന ദൈവമക്കൾ, ക്രൈസ്തവ വിശ്വാസികളെ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ജനത്തെ പ്രത്യാശ സന്തോഷം കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.